ആരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശ്യാൽക്കും? ഹാഷ്മി പറഞ്ഞത് പച്ചക്കള്ളം. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അനിൽകുമാർ, മന്ത്രി മുഹമ്മദ് റിയാസിനും എം പി രാജേഷും പിന്നാലെ താങ്കളും വന്നിരുന്ന് പച്ചക്കള്ളം പറയുക. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. താങ്കൾ പറഞ്ഞു ഞാൻ പച്ചക്കള്ളം പറഞ്ഞു. താങ്കൾ ആ സബ്ജക്റ്റിനെ പറ്റി ഒന്ന് പറയൂ. സാർ, എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട നയം എന്തിനാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത്? എന്താ ഉറക്കം വരുന്നു? എന്തിനാണ് ടൂറിസം വകുപ്പ് അതിൽ യോഗം വിളിക്കുന്നത്? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പിടയ്ക്കാതെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക. നിങ്ങൾ പിടയ്ക്കാതെ സാർ, നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കല്ലേ. നിങ്ങൾ തന്നെ പിടയ്ക്കുന്നത്, നിങ്ങൾ തന്നെ പിടയ്ക്കുന്നത്. പിടയ്ക്കാതെ അങ്ങോട്ട് കേൾക്ക്. താങ്കൾ പടയ്ക്കാതെ പറ. സർക്കാർ അറിയാതെ, ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം. എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അത് ടൂറിസം വകുപ്പിന്റെ കഴിവുകേടാണ്. ഇത്ര വലിയൊരു യോഗം സർക്കാർ അറിയാതെ, വകുപ്പ് അറിയാതെ, മന്ത്രി അറിയാതെ ഡയറക്ടർ വിളിക്കാൻ അധികാരം കൊടുത്തു ആരാ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണ്.